എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമ്മൾ ഈ ആഴ്ചയിൽ ഹോളിവുഡിൽ സംഭവിക്കുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളുടെയൊക്കെ ഒരു റൗണ്ട് അപ്പ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലും ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അറിഞ്ഞ സമയമൊന്നും ഞാൻ കളയുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, വീഡിയോയുടെ എൻഡിങ്ങിൽ വലിയൊരു സർപ്രൈസും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കാരണം ഒരു വലിയൊരു സർപ്രൈസ് ന്യൂസും കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയമൊന്നും ഞാൻ കളയുന്നില്ല. അപ്പം നമുക്ക് തുടങ്ങിക്കളയാം. സോ ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ന്യൂയോർക്കിൽ ഈ ഒരു സ്പൈഡർമാൻ്റെ ലോഗോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നതെന്ന് പറഞ്ഞാൽ സോണിയുടെ ഇനി വരാൻ പോകുന്ന സ്പൈഡർവേഴ്സിലെ സിനിമയായിട്ടുള്ള ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് ആണ് ഈ ഒരു ലോഗോ കൊണ്ട് സോണി ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബസ് മാർക്കറ്റിംഗ് ആകാം ഈ ഒരു ലോഗോ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ നമ്മുടെ പഴയ ക്യാങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. യെസ്, ജോണതൻ മേജേഴ്സിനെ കുറിച്ച് തന്നെ. ആൻഡ് റീസെൻ്റ്ലി നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജോണതൻ മേജേഴ്സിൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും അതുകൂടാതെ തന്നെ ചാർജസും എല്ലാം അത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. സോ അങ്ങനെ നമ്മൾ നോക്കണേ ചിലപ്പോൾ ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ MCUയിൽ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ ക്യാങ് തിരിച്ചു വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ DC സംഭവിക്കുന്ന ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട തന്നെ ലാൻഡേൺസ് എന്ന് പറഞ്ഞ സീരീസ് വുമൺ ഓഫ് ടുമാറോയുടെ കൂടെ ആയിരിക്കും അവർ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം കിട്ടിയിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്. ആൻഡ് അത് കൂടാതെ തന്നെ ജെയിംസ് ഗൺ മറ്റൊരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേയധികം DCയുടെ R-rated സിനിമകൾ വരാനിരിക്കുക തന്നെയാണ്. ആൻഡ് അതെല്ലാം അവരുടെ പൈപ്പ് ലൈനിലുണ്ട്. അവർക്ക് നല്ലതെന്ന് തോന്നുന്നത് വീതം അവരെടുത്ത് ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ജെയിംസ് ഗൺ പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. ആൻഡ് ഈ ഒരു അടുത്തിടയിൽ നമ്മൾ ബാറ്റ്മാനെ കുറിച്ച് കുറേയധികം റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ ബാറ്റ്മാനെ കാസ്റ്റ് ചെയ്ത് DC എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു അപ്ഡേറ്റും കൂടി ജെയിംസ് ഗൺ നമുക്ക് തന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത്രയും പറഞ്ഞേക്കണ ബ്രേവ് ആൻഡ് ബോൾഡിലേക്ക് വേണ്ടിയിട്ടാണ് അവർ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടില്ല. നല്ലൊരു സ്റ്റോറി ആദ്യം കിട്ടട്ടെ, അതിന് ശേഷം കാസ്റ്റിങ്ങിലേക്ക് അവർ കിടക്കുകയുള്ളൂ. സോ നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു DC യൂണിവേഴ്സിലെ ബാറ്റ്മാനെ. ആൻഡ് ഇത് നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ യൂണിവേഴ്സിലല്ല, അത് DC എൽസ് വേൾഡ് ആണ്. അതിനകത്ത് നമുക്ക് റോബർട്ട് പാറ്റിസനെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് പുതിയ DC, ഇപ്പോൾ നമ്മൾ ഡേവിഡ് കോൺസ്വീറ്റിനെ കണ്ടതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ബാറ്റ്മാനെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരായിരിക്കും ഒരു പുതിയ ബാറ്റ്മാൻ? സോ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഡെയർഡെവിൾ ബോൺ അഗൈനെ കുറിച്ച് കുറച്ചുകൂടി പുതിയ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാറ്റ് മർഡോക്കിൻ്റെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ അതായത് രാവിലെയുള്ള ജോലികളും അതുകൂടാതെ തന്നെ രാത്രിയുള്ള ജോലികളും അവർ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് രാവിലത്തെ കാര്യം പറയുന്ന കെയറിൻ്റെയും ഫോഗിയുടെയും കൂടെ പോയിട്ട് പുള്ളിക്കാരൻ്റെ യൂഷ്വൽ ആയിട്ടുള്ള എന്താ പറയുക വക്കീലിൻ്റെ പരിപാടികളെല്ലാം ആയിരിക്കും ഈ ഒരു സീരീസിനകത്ത് രാവിലത്തേനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ കുറേയധികം കോർട്ട് ഡ്രാമ നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇനി രാത്രിയിലത്തേക്ക് പോവുകയാണെങ്കിൽ രാത്രിയായിരിക്കും പുള്ളിക്കാരൻ്റെ വിജിലാൻറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ക്രൈം ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഡെയർഡെവിളിന് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതെല്ലാം പുള്ളിക്കാരൻ ചെയ്യുവാണെങ്കിലും പുള്ളിക്കാരൻ എപ്പോൾ കിടന്ന് ഉറങ്ങും? ആ ഒരു ഡൗട്ട് മാത്രമാണ് ഇത് കേട്ടപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് തന്നെ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മാർവൽ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്ക് വേണ്ടിയിട്ടും സീക്രട്ട് വേഴ്സിനും വേണ്ടിയിട്ടും അവരുടെ ഒരു പുതിയൊരു വലിയൊരു ഹ്യൂജ് ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിന് വേണ്ടി തന്നെ അവർക്ക് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ആക്ടറും കൂടി വേണം. ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണ് ഇപ്പോൾ മാർവൽ കറൻ്റ്ലി ഗോ ത്രൂ ചെയ്യുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരായിരിക്കും ഈ ഒരു വലിയ ക്യാരക്ടർ? എന്നോട് ചോദിക്കണേ ചെറിയൊരു റൂമേഴ്സ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അത് ബിയോണ്ടർ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ബിയോണ്ടർ ആണെങ്കിൽ അത് മറ്റാരുമല്ല ഹെൻറി കാവിൽ ആയിരിക്കും ആ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ളൊരു ആക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ആരുമാകാം, ചിലപ്പോൾ മെഫിസ്റ്റോ എന്നെ തിരിച്ചു വരുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു റൂമേഴ്സ് ആണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിസംബർ 26 നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഇത്തവണ ഏതൊരു ഗെയിം ആയിരിക്കും നിങ്ങൾക്ക് സ്ക്വിഡ് ഗെയിം സീരീസിൽ കാണാൻ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. സീരീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് മൊണാർക്ക് ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസിന്റെ സീസൺ 2 അവർ ഓൾറെഡി അനൗൺസ് ചെയ്ത് വെച്ചേക്കുക തന്നെയാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് ജൂഡ് ലോയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ RDJയുടെ ഷെർലക് ഹോംസ് സിനിമയുടെ 3ാമത്തെ പാർട്ടിന്റെ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷെർലക് ഹോംസിന്റെ ആദ്യത്തെ 2 പാർട്ട് വളരെ കിടിലനായിട്ട് തന്നെ അവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ 3ാമത്തെ പാർട്ട് കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ഇനി അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ പുതിയ വാമ്പയർ സിനിമയെ കുറിച്ചിട്ടെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ടോം ഹോളണ്ട് സെന്തിയൊക്കെ കാസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ കൂടെ പുതിയൊരു ആക്ടറിനെയും കൂടി അവർ കാസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. മറ്റാരുമല്ല, ദ വൺ ആൻഡ് ഓൺലി എന്താ പറയണ്ടേ, നമ്മുടെ ഓരോരുത്തരുടെയും വാമ്പയർ ഹിംസെൽഫ്, ട്വിലൈറ്റിലെ എഡ്വേർഡ് കുളൻ, അതായത് റോബർട്ട് പാറ്റിസനെ അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് കാസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുള്ളിക്കാരന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വാമ്പയർ ആയിട്ട്. പുള്ളിക്കാരൻ്റെ കരിയർ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാറ്റ്മാനേക്കാളും കൂടുതൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള വാമ്പയർ തന്നെയാണ്. സോ ഒരു റിയൽ ലൈഫ് വാമ്പയറിനെ അവർ കാസ്റ്റ് ചെയ്തൊരു കാര്യങ്ങളും കൂടിയാണ് നമുക്കിപ്പോൾ ക്രിസ്റ്റഫർ നോളന്റെ പുതിയ വാമ്പയർ സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പല ന്യൂസ് അപ്ഡേറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ് മാർവലിന്റെ യങ് അവഞ്ചേഴ്സ്. അത് ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ അവർ ക്യാൻസൽ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ യങ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് അവർ എടുത്തു കളഞ്ഞിട്ട് ചാമ്പ്യൻസ് എന്നാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതൊരു സീരീസ് ആയിട്ട് ഇറക്കാനുമാണ് അവരിപ്പോൾ കറന്റ് പ്ലാൻ ചെയ്യുന്നത്. ഒരേ ഒരു റീസൺ ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്നും കണ്ടിന്യൂ ഇപ്പം യങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഈ റിയാലിറ്റി എപ്പോഴും അങ്ങനെ തന്നെയാണ്. വയസ്സ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം വയസ്സ് മാത്രമാണ് പൊക്കത്തേക്ക് പെയ്യുന്നത്, പിന്നെ താഴത്തേക്ക് വരാത്തൊരു കാര്യം. സോ അത് തന്നെയാണ് കാര്യം. കാരണം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ കാസ്റ്റിൻ്റെയും പ്രായം കൂടി വരുവാണ്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനി അവരെ എങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ചാമ്പ്യൻസിൽ നിന്നൊരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സർപ്രൈസ് സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. യെസ്, ഒരിക്കൽ കൂടി നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുക തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ആ സിനിമയെക്കുറിച്ച് നമുക്ക് കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിന് താൻ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയുടെ എൻഡിങ്ങിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ജനറേറ്ററൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടി നടന്നു വരുന്ന സീന്, അതായതെന്ന് പറഞ്ഞാൽ ഇവർ സർവൈവ് ചെയ്ത് ഇവർ രണ്ടുപേരും നടന്നു വരുന്ന സീന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സീൻ അവർ സിനിമയ്ക്കകത്ത് കൊണ്ടുവരാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അത് അവിടെ ഒരു അതായത് അവിടെ ഒരു ക്ലിഫ് ഹാങ്ങർ ഇടാനായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഷോൺ ലിവി റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റയാൻ റെനോൾഡ്സിൻ്റെ ഭാര്യയായിട്ടുള്ള ബ്ലേക്ക് ലൈവ്ലിയാണ് പറഞ്ഞത്, ഇത്രയും നേരം ഞാൻ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കറിയണം ഈ ഒരു ക്യാരക്ടേഴ്സിന് എന്ത് സംഭവിച്ചു, അവർ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടോ, അവർ മരിച്ചോ, എനിക്കതെന്താണെങ്കിലും അറിയണം. കാരണം അത് ഏതൊരു ഓഡിയൻസിനും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അതെന്താണെങ്കിലും സിനിമയെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ അതിന് മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്ലേക്ക് ലൈവ്ലി തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുള്ളൂ, നമ്മൾ ഓരോരുത്തർക്കും എന്താണെങ്കിലും നല്ലൊരു ഹ്യൂജ് താങ്ക്സ് ബ്ലേക്ക് ലൈവ്ലിക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം പുള്ളിക്കാരിക്ക് ഓരോ ഓഡിയൻസിന് വേണ്ട എന്താണെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഷോൺ ലിവിയായിട്ട് സംസാരിച്ചിട്ട് അവർ പിന്നീട് ഫൈനലി സിനിമയുടെ എന്താ പറയുക ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ ഒരു സീനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലാതെ സത്യം പറഞ്ഞാൽ ക്ലിഫ് ഹാങ്ങർ ഇട്ടത് വലിയ തെണ്ടിത്തരമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇനീഷ്യൽ സ്റ്റേജ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഡെഡ്പൂള് MCUവിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ MCUവിൽ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. അതെങ്ങനെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, കാരണം നമുക്കറിയാം സിനിമ അവർ പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെഡ്പൂള് മാർവൽ ജീസസ് ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞു തന്നെയാണ്. അതായതെന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ MCU സിനിമ മുതൽ എല്ലാ ടൈം ലൈനിലും ഡെഡ്പൂള് പോകുന്നതായിരിക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ അവരുടെ സ്ക്രിപ്റ്റ് പ്രകാരം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഇവൻറ്റ്സിനകത്തും ഡെഡ്പൂള് പോകുന്നത് തന്നെയാണ് ഈ പോർട്ടൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ. സോ അതിന് ശേഷം അത് കുറച്ചും കൂടി ഭയങ്കര വലിയൊരു ഇതായി പോകുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് സത്യം പറഞ്ഞാൽ അത് അവർ സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു അവർ ഇനീഷ്യലി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ അല്ല, ഈ അടുത്തിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനൗൺസ്മെന്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. യെസ്, നമുക്കറിയാം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ബോക്സ് ഓഫീസിനകത്ത് കുറെ കാലം കൂടിയിട്ട് എന്താ പറയുക റെക്കോർഡ് ഇട്ട് കുറെ കളക്ഷൻസ് എല്ലാം വാരിയ സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും പൊതുവെ സ്റ്റുഡിയോസ് എന്താണ് ഇതിന് ചെയ്യാൻ പോകുന്നത്, ആ സിനിമയ്ക്ക് ഒരു സീക്വൽ അനൗൺസ് ചെയ്യും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിച്ചിട്ടുള്ളത്. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ 2 മാർവൽ അനൗൺസ് ചെയ്തിട്ടിരിക്കുക തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമ നമുക്ക് എപ്പോൾ ലഭിക്കുമെന്ന് ചോദിച്ചാൽ സീക്രട്ട് വേഴ്സിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സീക്വൽ ലഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. റയാൻ റെനോൾഡ്സ് പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. 90ാമത്തെ വയസ്സിലും എന്താണെങ്കിലും ഹ്യൂ ജാക്ക്മാൻ വൂൾവറിൻ്റെ ക്യാരക്ടറിനെ ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഇത് എന്നെ ഈ ആഴ്ചയിൽ ഞാൻ കേട്ടതിലേക്ക് വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.